ചില പ്രത്യേക ദിവസങ്ങളിൽ തുളസി ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലേക്ക് വളരെ വലിയ ദോഷങ്ങളും അനർത്ഥങ്ങളുമെല്ലാം തന്നെ വന്നു ചേരാൻ തുളസി ചെടി ചില ഘട്ടങ്ങളിൽ കരിഞ്ഞുണങ്ങി പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇങ്ങനെ കാണുന്നത് ദേവിയുടെ കോപം നിങ്ങളുടെ ഭവനത്തെ ബാധിച്ചു എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ജീവിതാനുഭവം കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന പ്രശ്നങ്ങൾ കണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ദോഷം നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സംശയം തോന്നുകയാണെങ്കിൽ നിർബന്ധമായിട്ടും അതിനു വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമസ്കാരം, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ വീടുകളിൽ വളർത്തുവാൻ ഏറ്റവും നല്ലതും അതുപോലെ തന്നെ വീട്ടില് നല്ല രീതിയിൽ വളർന്നിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുതരുന്നതുമായിട്ടുള്ള ഒരു ചെടിയാണ് തുളസി എന്ന് പറയുന്നത്. കാരണം നല്ല രീതിയിൽ തുളസി ചെടി നട്ടു വളർത്തിയിരിക്കുന്ന വീടുകളില് ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും അതുപോലെ തന്നെ മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹവുമെല്ലാം വളരെയധികം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വിശ്വാസം. എന്നാൽ ചില പ്രത്യേക ദിവസങ്ങളിൽ തുളസി ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലേക്ക് വളരെ വലിയ ദോഷങ്ങളും അനർത്ഥങ്ങളുമെല്ലാം തന്നെ വന്നു ചേരാൻ ഇടയാകും. ചില വീടുകളിലെ അവസ്ഥയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും, എപ്പോഴും കടബാധ്യതയും ദാരിദ്ര്യവും ദുരിതങ്ങളും ഒക്കെ ആയിരിക്കും ആ വീട്ടിലുള്ളവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്രകാരം സംഭവിക്കുന്നതിന്റെ കാരണമൊന്നും ആ വീട്ടിലുള്ള വ്യക്തികൾക്കും ഒരു പിടിയും ഉണ്ടാകില്ല. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ കാര്യതടസ്സങ്ങളും രോഗങ്ങളും കഷ്ടതകളും മാനസികമായ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളുമെല്ലാം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞാനിന്നിവിടെ പറയുന്ന ഈ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിക്കേണ്ടതായിരിക്കുന്നു. കാരണം മഹാലക്ഷ്മിക്ക് തുല്യമായിട്ടുള്ള തുളസി ചെടിക്ക് വാസ്തുശാസ്ത്ര പ്രകാരം വളരെയേറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെറ്റ് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിനെ തകർച്ചയിലേക്കായിരിക്കും ദിനം പ്രതി കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങളുടെ വീട്ടിൽ തുളസി ചെടി ഉണ്ടെങ്കിൽ അതിന് വെള്ളമൊഴിക്കുവാൻ പാടില്ലാത്ത ദിനങ്ങളെ പറ്റിയും തുളസി ചെടിയുടെ വാസ്തുശാസ്ത്രപരമായിട്ടുള്ള വസ്തുതകളെ പറ്റിയുമെല്ലാമാണ്. അതുപോലെ തന്നെ അത്രയും പ്രാധാന്യമർഹിക്കുന്ന തുളസി ചെടി നമ്മുടെ വീടിന്റെ ചില ഭാഗങ്ങളിൽ ഒരു കാരണവശാലും നട്ടു വളർത്താനായിട്ട് പാടില്ല. ആ കാര്യങ്ങളെ കുറിച്ചുകൂടി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഒരു വീട്ടില് നിർബന്ധമായിട്ടും നട്ടു വളർത്തേണ്ട ഒരു ചെടി തന്നെയാണ് തുളസി ചെടി എന്ന് പറയുന്നത്. വാസ്തുശാസ്ത്ര പ്രകാരം തുളസി ചെടി നട്ടു വളർത്താൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിശകളായിട്ട് വരുന്നത് വടക്ക്, കിഴക്ക്, അതുമല്ലെങ്കിൽ വടക്ക് കിഴക്ക് എന്നിങ്ങനെയാണ്. ഇത്തരത്തിൽ വടക്ക് കിഴക്ക് അതുമല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിലായി തുളസി ചെടി വരുന്ന വീടുകൾ വളരെയധികം ഐശ്വര്യം നിറഞ്ഞതായിരിക്കും. അതിൻ്റെതായ എല്ലാ ശുഭകരമായ ഫലങ്ങളും ആ വീട്ടിലേക്ക് ലഭിക്കുകയും ചെയ്യുമെന്നുള്ളത് തെളിയിക്കപ്പെട്ട സത്യമാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ തുളസി ചെടി നടുമ്പോൾ 1, 3, 5 എന്നിങ്ങനെയുള്ള ഒറ്റ സംഖ്യകളിലായി നടുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി നമ്മൾ നട്ടതല്ലാതെ വേറെ കുറെ തുളസി തൈകൾ താനെ കിളിർത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ എണ്ണം ഒന്നും നോക്കേണ്ടതില്ല. നിരവധി തുളസി തൈകൾ താനെ കിളിർത്തു വരുന്നതും അവ നല്ല രീതിയിൽ വളർന്നു നിൽക്കുന്നതുമൊക്കെ ഭാഗ്യസൂചകം തന്നെയാണ്. എന്നാൽ നിങ്ങൾ തുളസി ചെടികൾ നടുമ്പോൾ ഒരു കാരണവശാലും സൂര്യപ്രകാശം ലഭിക്കാത്ത തരത്തിലും വായു സഞ്ചാരം ഇല്ലാത്ത ഭാഗങ്ങളിലും ഒന്നും നടുവാനായിട്ട് പാടില്ല. എപ്പോഴും തുളസി ചെടിക്ക് നല്ല രീതിയിൽ സൂര്യപ്രകാശവും വായു സഞ്ചാരവുമെല്ലാം ലഭിക്കുന്നത് പോലെ നട്ടു പരിപാലിക്കുമ്പോഴാണ് അതിൻ്റെതായ ഗുണങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ വരുവാൻ ഇടയാകുന്നത്. അതുമാത്രവുമല്ല, മഹാലക്ഷ്മിക്ക് തുല്യമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു ചെടി ആയതിനാൽ തന്നെ തുളസി ചെടി നട്ടിരിക്കുന്നതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു കാരണവശാലും മാലിന്യങ്ങള്, ചൂലുകള്, ചവറ്റുകൊട്ടകള്, ചെരുപ്പുകള്, ഭക്ഷണാവശിഷ്ടങ്ങള് ഇവയൊന്നും ഇടുവാനായിട്ട് പാടുള്ളതല്ല. ഏറ്റവും വൃത്തിയോടെയും പവിത്രതയോടെയും തന്നെ വേണം ഈ തുളസി ചെടികൾ വീടുകളിൽ പരിപാലിക്കുവാൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ ചില പ്രധാന വിഷയങ്ങളിലേക്ക് വരാം. അതായത്, നിങ്ങൾ ഒരു കാരണവശാലും തുളസി ചെടിക്ക് വെള്ളമൊഴിക്കുവാൻ പാടില്ലാത്ത ദിവസങ്ങളെ പറ്റി നോക്കാം.
സാധാരണയായി എല്ലാ ആളുകളും തന്നെ തുളസി ചെടിക്ക് വെള്ളമൊഴിക്കുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹങ്ങളെ നിങ്ങളിലേക്ക് നൽകുന്ന ഒരു കാര്യമായും നിങ്ങളുടെ വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുന്ന ഒരു കാര്യവുമായി തന്നെയാണ് കണക്കാക്കാറുള്ളത്. എന്നിരുന്നാലും നിങ്ങൾ ഞായറാഴ്ച ദിവസം തുളസി ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭവനത്തിലേക്ക് ദൗർഭാഗ്യവും ഐശ്വര്യക്കേടുമെല്ലാം കൊണ്ടുവരാൻ കാരണമാകും. കാരണം ഞായറാഴ്ച ദിവസം എന്ന് പറയുന്നത് തുളസി ദേവി മഹാവിഷ്ണുവിന് വേണ്ടി വ്രതമനുഷ്ഠിക്കുന്ന ദിവസമായാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞായറാഴ്ച ദിവസം വെള്ളമൊഴിക്കുമ്പോൾ തുളസി ദേവിയുടെ വ്രതം തടസ്സപ്പെടുകയും ഈ കാരണത്താൽ ദേവിയുടെ കോപം നിങ്ങളുടെ വീടിനെ തന്നെ വലിയ നാശത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങൾ തുളസി ചെടിക്ക് ഞായറാഴ്ച ദിവസങ്ങളിൽ വെള്ളമൊഴിക്കുവാൻ പാടില്ല. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ഒരു കാരണവശാലും തുളസി ചെടിക്ക് വെള്ളമൊഴിക്കുവാൻ പാടില്ലാത്ത ദിവസം ഏകാദശി ദിവസമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹൈന്ദവ പുരാണങ്ങൾ അനുസരിച്ച് ഏകാദശി ദിനത്തിലാണ് വിഷ്ണു ഭഗവാൻ തുളസീ ദേവിയെ വിവാഹം കഴിച്ചത്. അതുകൊണ്ട് തന്നെ തുളസീ ദേവി ഏകാദശി ദിവസത്തിൽ വ്രതമനുഷ്ഠിച്ചിരിക്കും. വ്രതത്തിന് തടസ്സമായി നിങ്ങൾ ജലമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദേവിയുടെ കോപം നിങ്ങളുടെ ഭവനത്തെ മുച്ചൂടെ മുടിക്കുമെന്നാണ് വിശ്വാസം. ചില വീടുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, എല്ലാ ദിവസങ്ങളിലും ഈ പറഞ്ഞതുപോലെ തുളസിക്ക് ജലമർപ്പിക്കും. ഇങ്ങനെയുള്ള തുളസി ചെടി ചില ഘട്ടങ്ങളിൽ കരിഞ്ഞുണങ്ങി പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇങ്ങനെ കാണുന്നത് ദേവിയുടെ കോപം നിങ്ങളുടെ ഭവനത്തെ ബാധിച്ചു എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി ഇപ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള ദുസ്സൂചനകള് തുളസി ചെടി നിങ്ങളുടെ ഭവനങ്ങളിൽ നൽകുന്നുണ്ടെങ്കിൽ, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ജീവിതാനുഭവം കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന പ്രശ്നങ്ങൾ കണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ദോഷം നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സംശയം തോന്നുകയാണെങ്കിൽ നിർബന്ധമായിട്ടും അതിനു വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടിക്കൊണ്ടേയിരിക്കും, ബുദ്ധിമുട്ടുകൾ കൂടിക്കൂടി വരും. അപ്പൊ അതിനു വേണ്ടുന്ന പരിഹാരം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട പരിഹാരത്തിൽ ആദ്യം തന്നെ പറയേണ്ടത്, ഒരു പിച്ചള പാത്രം എടുത്ത് അതിലേക്ക് ഒരല്പം ജലം എടുക്കുക. അതിൽ 4-5 തുളസി ഇലകൾ ഇട്ട് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഇപ്രകാരം രാത്രി മുഴുവൻ ആ ജലത്തിൽ തുളസി ഇല സൂക്ഷിച്ചതിന് ശേഷം രാവിലെ നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിന് ചുറ്റും ആ ജലം തളിക്കുക. ഈ ഒരു പരിഹാരം നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൊണ്ട് നിങ്ങളുടെ ഭവനത്തെ ബാധിച്ചിരിക്കുന്ന ദേവിയുടെ കോപം അകലുകയും അതോടൊപ്പം തന്നെ മറ്റുള്ള നെഗറ്റീവ് ഊർജം എല്ലാം നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് അകന്ന് കൂടുതൽ പോസിറ്റീവ് ഊർജം നിങ്ങളുടെ വീട്ടിൽ വന്ന് നിറയുകയും ചെയ്യും. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നിറവേറുവാനും നിങ്ങളുടെ വീട്ടിലെ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞു തുളുമ്പുവാനും തുളസിക്ക് പാൽ അർപ്പിക്കുന്നത് വഴി സാധിക്കും. തുളസിക്ക് പാൽ അർപ്പിക്കേണ്ട ദിവസം വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച ദിവസം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയും. സാമ്പത്തികമായിട്ട് നിങ്ങൾ നേരിടുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പലരും അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന ചില തെറ്റുകളായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. നമുക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നുന്ന ചില കാര്യങ്ങളാകാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അറിവില്ലായ്മ കൊണ്ടാണെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം നിങ്ങൾ ചെയ്തിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ദേവീ കോപത്തിനിടയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഉയർച്ചയും നിങ്ങളുടെ വീട്ടിനോ ആ വീട്ടിൽ താമസിക്കുന്നവർക്കോ ഉണ്ടാവില്ല. എപ്പോഴും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും തന്നെ ആയിരിക്കും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായിട്ടും എല്ലാവരും ഒന്ന് ഓർക്കുക. ഞായറാഴ്ച ദിവസങ്ങളിലോ അതുപോലെ തന്നെ ഏകാദശി ദിവസങ്ങളിലോ ഓർക്കാതെ പോലും തുളസിക്ക് വെള്ളമൊഴിക്കുവാൻ പാടുള്ളതല്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.